ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നും ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിംഗ് ആണ്. അത് നമ്മൾ മീഷോന്ന് വാങ്ങിച്ച തുണിയാണ്. 5 മീറ്റർ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വരുത്തിയത്. 4.25 മീറ്റർ ഉള്ളൂ. അപ്പോൾ 4.25 വെച്ചിട്ട് ഒരു കോഡ് സെറ്റാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ വീതിക്കാണ് എടുക്കുന്നത്. പാൻറ്റാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ വീതി ഭാഗം ഇങ്ങനെ മടക്കിയിട്ടിട്ട് പാൻറ്റ് വെച്ച് അളന്നെടുക്കുകയാണ്. എന്നിട്ട് പിന്നെ ബാലൻസുള്ള തുണി കൊണ്ട് നമുക്ക് ടോപ്പ് കട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. അപ്പോൾ പാൻറ്റ് നമ്മളിങ്ങനെ അളവ് പാൻറ്റ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ബെൽറ്റ് ഇടുന്ന അവിടെയും താഴെ മടക്കിയടിക്കാനും കൂടി ഇല്ല. അപ്പോൾ ഒരു സൈഡ് നമ്മൾ ക്ലിയർ ആക്കി വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ ഏച്ചു കൊടുക്കണം. നമ്മൾ ആ ക്രോച്ച് ഏരിയേൻ്റെ അവിടെ വരച്ചിട്ട് അതിന് ചെറിയൊരു കർവ് കൊടുത്ത് പാൻറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ്. നീളത്തിൽ മടക്കിയിട്ടാണ് നമ്മൾ പാൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ടോപ്പിന് പിന്നെ തുണി കിട്ടൂല. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതെങ്ങനെ വെട്ടിയാലും പൂക്കൾക്കൊന്നും വ്യത്യാസമില്ലാത്തത് കൊണ്ട് നമുക്ക് വീതിക്ക് നീളത്തിനൊക്കെ വെട്ടിയെടുക്കാൻ പറ്റും. ലൈനൊക്കെ ഉള്ളതാണെങ്കിൽ പറ്റൂല. അപ്പോൾ നമ്മൾ വീതിക്ക് മടക്കിയിട്ട് ഇതുപോലെ പാൻറ്റാണ് ആദ്യം വെട്ടിയെടുക്കുന്നത്. പാൻറ്റിൻ്റെ അടിയിൽ ചെറിയൊരു ഓപ്പൺ വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ അതിനുള്ളൊരു തുണി നമ്മൾ ഏച്ച് വെക്കണം. അപ്പോൾ പാൻറ്റിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതിൻ്റെ സൈഡിൽ പോക്കറ്റ് വെക്കണം, സൈഡ് ഓപ്പണും ആക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് 4 എടുക്കണം. നല്ല പോളിസ്റ്റർ മിക്സ് തുണിയാണ്. അപ്പോൾ സൈഡ് രണ്ടും കൂടെ ഒരുമിച്ച് കട്ട് ചെയ്യുമ്പോൾ അതൊന്ന് ഉള്ളിൽ ആയതുകൊണ്ട് തന്നെ ഒരുമിച്ച് കട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഒന്നിനിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അടുത്തും കൂടെ കട്ട് ചെയ്തിട്ട് നമ്മൾ പോക്കറ്റിനുള്ള വശവും അടയാളപ്പെടുത്തുന്നുണ്ട്, ഓപ്പണിനുള്ള വശവും അടയാളപ്പെടുത്തിയിരിക്കുന്നുണ്ട്. നമുക്ക് ബാലൻസുള്ള പീസ് ഇതേമാതിരി ഒന്ന് ഇട്ടിട്ട് ഒരു സൈഡിലേക്ക് നീക്കി ചുരിദാറിന് അളവെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ ബാക്കിയുള്ള പീസിന് കയ്യിന് കിട്ടുമെങ്കിൽ വീതിയും കുറവാണ്. അത് 39 ഇഞ്ച് വീതിയുള്ളൂ. 44 ആണെങ്കിൽ ഇങ്ങനെ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ ശരിക്കും കിട്ടും, 3/4. അപ്പോൾ നമ്മളതിന് കറക്റ്റ് വീതി എത്രയാണോ വേണ്ടത് വെച്ചാൽ അതാണ് വെച്ച് കൊടുക്കുന്നത്. നമുക്ക് എത്രയാണോ ലെങ്ത്ത് കിട്ടുക അതിനനുസരിച്ച് അത് മടക്കി വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ്. നമ്മൾ ചുരിദാർ മോഡലിനാണ് തയ്ച്ചു കൊടുക്കുന്നത്. കോഡ് സെറ്റാണ് വെച്ചിട്ട് ലൂസിലൊന്നും തയ്ക്കണില്ല. നടുവിലൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട്, ഫ്രണ്ട് പീസിന് മാത്രം. അപ്പോൾ നമ്മളതൊന്ന് അടയാളപ്പെടുത്തിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആം ഹോളും ഷേപ്പ് ഒന്ന് വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കയ്യും കൂടെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. കയ്യിനുള്ള തുണി എങ്ങനെ വെച്ചാലേ കിട്ടുമെന്ന് നോക്കണം നമുക്ക്. നമ്മൾ വീനൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. 3 ഇഞ്ച് വീതി, 6 ഇഞ്ച് ഇറക്കമാണ്. അത് നമ്മൾ വരയ്ക്കണുള്ളൂ, കട്ട് ചെയ്യണില്ല. നമ്മൾ ക്യാൻവാസിലാണ് വീനൊക്കെ കട്ട് ചെയ്യുന്നത്. നമ്മൾ 8 ഇഞ്ചാണ് ഓപ്പൺ കണക്കാക്കിയിട്ടുള്ളത് ഫ്രണ്ട് പീസുമേ. അപ്പോൾ നമ്മൾ ബാക്ക് പീസായി നിന്ന് മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ ഒരുമിച്ച് കട്ട് ചെയ്ത് പോകും. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കൈയും കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് ബാലൻസുള്ള പീസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ വശത്ത് നിന്ന് കൈ കിട്ടുകയാണെങ്കിൽ ചെറിയൊരു ഏപ്പോടെ കൊടുത്താൽ മതി. ചിലപ്പോൾ അത് അടിക്കണ വശത്ത് നിന്ന് പുറത്തേക്കാവാൻ കൊണ്ട് ഏപ്പ് കാണൂല. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത കൈയും കൂടെ കട്ട് ചെയ്തെടുക്കണം. അവിടെ പിന്നെ തുണിയുള്ളത് കൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ. ഷെയറും സപ്പോർട്ടും ഒക്കെ വേണേ. അപ്പം ഇനി നമുക്ക്